الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച പ്രമുഖനായ പണ്ഡിതനാണ് ഷെയ്ഖ് അഷ്ശൻഖീത്തി റഹിമഹുല്ലാ മുഹമ്മദുൽ അമീൻ ബിൻ മുഹമ്മദ് അൽ മുഖ്താർ അഷ്ശൻഖീത്തി റഹിമഹുല്ലാ വഫാത്താകുന്നത് ഹിജറ 1393 അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അദ്വാ ഉൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീർ. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകം, അദ്ദേഹം സൂറത്തു അസ്സുഖ്റുഫിലെ ആയത്ത്, അതുപോലെ തന്നെ സൂറത്തു നഹ്ലിലെ ആയത്തൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാൻ, സൂറത്തു സുഖ്റുഫിലെ ആയത്ത് എന്താണ്? നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ. അവർക്ക് അവരുടെ മഈശത്ത്, മനുഷ്യർക്ക് അവരുടെ ഉപജീവന മാർഗം അല്ലെങ്കിൽ ജീവിത വിഭവം നാം അവർക്കിടയിൽ ദുനിയാവിൽ വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലരേക്കാൾ നാം ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ സൂറത്തു നഹ്ലിലായത്ത് വല്ലാഹു ഫദ്ദല ബഅദക്കും അല ബഅദിൻ ഫി റിസ്ഖ്, റിസ്ഖിൽ അള്ളാഹു നിങ്ങളിൽ ചിലരേക്കാൾ ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ആയത്ത്. ഇതുപോലെയുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ആയത്തുകൾ അറിയിക്കുന്ന കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയണം. അള്ളാഹു റിസ്ഖിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഒരു നടപടി അദ്ദേഹം പറയണം. എന്താണ് അദ്ദേഹം പറയുന്നത്? തഫാവുത്തുൻ നാസി ഫിൽ അർസാഖി വൽ ഹുദൂദ് സുന്നത്തുൻ മിൻ സുനനില്ലാഹി സമാവിയ്യത്തിൽ കൗനിയ്യത്തിൽ ഖദരിയ്യ ലാ യസ്തതിഉ അഹദുൻ മിൻ അഹ്ലിൽ അർദിൽ ബത്തത തബ്ദീലഹ വലാ തഹ്വീലഹ ബിവജ്ഹിൻ മിനൽ വുജൂഹ്. അദ്ദേഹം പറയണം, തഫാവുത്തുൻ നാസി ഫിൽ അർസാഖി വൽ ഹുദൂദ്, റിസ്ഖിൻ്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ അള്ളാഹു ദുനിയാവിൽ കൊടുക്കുന്ന ദുനിയവിയായ ഓഹരികൾ, അതിൻ്റെ വിഷയത്തിലുള്ള ജനങ്ങളുടെ ഏറ്റവ്യത്യാസം. ജനങ്ങളെല്ലാവരും ഒരുപോലെയല്ല, അതിൽ ഏറ്റവ്യത്യാസമുണ്ട്. റിസ്ഖ് അള്ളാഹു കൊടുക്കുന്ന വിഷയത്തിൽ ഏറ്റവ്യത്യാസമുണ്ട്. ചില ആളുകൾക്ക് കൂടുതൽ കിട്ടും, ചില ആളുകൾക്ക് അത്ര തന്നെ കിട്ടൂല. അപ്പോൾ ഈ പറയുന്ന മനുഷ്യർക്കിടയിലുള്ള ഈ ഏറ്റവ്യത്യാസം, റിസ്ഖിൻ്റെ വിഷയത്തിൽ, ഉപജീവനത്തിൻ്റെ വിഷയത്തിലുള്ള ഏറ്റവ്യത്യാസം, സുന്നത്തും മിൻ സുനനില്ലാഹി സമാവിയ്യത്തിൽ കൗനിയ്യത്തിൽ ഖദരിയ്യ, അത് അള്ളാഹുവിൻ്റെ ഒരു നടപടിയാണ്. അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ, അള്ളാഹു വിധിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു നടപടിയാണത്. അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണത്. ഈ ഏറ്റവ്യത്യാസം എല്ലാവർക്കും ഒരുപോലെ അല്ല അള്ളാഹു ദുനിയാവിൽ നിശ്ചയിക്കുന്നത്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ആ സുന്നത്തിന്, അള്ളാഹുവിൻ്റെ ആ നടപടി ഒരാൾക്കും മാറ്റം വരുത്തുക സാധ്യമല്ല. അതാണ് ശേഷം പറയുന്നത്, ലാ യസ്തതിഉ അഹദുൻ മിൻ അഹ്ലിൽ അർള്, ഭൂമിയിലുള്ള ഒരാൾക്കും സാധ്യമല്ല, അൽബത്തത ഒട്ടുമേ തീരെ സാധ്യമല്ല, തബ്ദീലഹ വലാ തഹ്വീലഹ ബിവജ്ഹിൻ മിനൽ വുജൂഹ്, അതിനെ മാറ്റം വരുത്താനോ അതിനെ മാറ്റിമറിക്കാനോ ഒരു നിലക്കും ഒരാൾക്കും ദുനിയാവിൽ ഒട്ടുമേ സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ സുന്നത്തിന് മാറ്റം വരുത്താൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ നടപടി അള്ളാഹു അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരാൾക്കും അതിൽ ഇടപെടാനോ അതിൽ മാറ്റം വരുത്താനോ സാധ്യമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൃത്യമായി നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരു ആശയമാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെയല്ല അള്ളാഹു ദുനിയാവിൽ കൊടുക്കുന്നത്. അതിൽ ഏറ്റവും വ്യത്യാസമുണ്ട്. അത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്. ഒരാൾക്കും അതിന് മാറ്റം വരുത്താൻ സാധ്യമല്ല. എന്ത് തന്നെ ചെയ്താലും ആ ഏറ്റവും വ്യത്യാസം ഉണ്ടാവുക തന്നെ ചെയ്യും. എത്രയാണോ അള്ളാഹു ഒരാൾക്ക് റിസ്ഖ് നിശ്ചയിച്ചത് അത് അള്ളാഹു അവന് കൊടുത്തിരിക്കും. അതിൽ കൂടുതൽ അള്ളാഹു കൊടുക്കൂല, അതിൽ കുറവും അള്ളാഹു വരുത്തൂല. എത്രയാണോ നിശ്ചയിച്ചത് ആ അളവിൽ അവന് ഇവിടെ കിട്ടിയിരിക്കും. അത് അനുഭവിച്ചിട്ട് അവൻ ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയും. എത്രയാണോ ഉദ്ദേശിച്ചത് അതേ കിട്ടുള്ളൂ. അവൻ എത്ര തന്നെ അധ്വാനിച്ചാലും, എത്ര തന്നെ അതിനെക്കുറിച്ച് ആ റിസ്ഖ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പണിയെടുത്താലും അള്ളാഹു നിശ്ചയിച്ചതിനപ്പുറത്ത് ഒരു 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 ചെറിയ അളവ് പോലും അവൻ്റെ റിസ്ഖിൽ അവന് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ
അവൻ എത്ര തന്നെ റിസ്ക്കിൻ്റെ വിഷയത്തിൽ അത് അന്വേഷിക്കുന്ന വിഷയത്തിൽ അലസത കാണിച്ചാലും അവന് കിട്ടേണ്ടത് അവൻ കിട്ടി അനുഭവിച്ച് അവൻ ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയൂ. അപ്പോൾ കൂടില്ല കുറയില്ല, എത്രയാണോ അള്ളാഹു ഓരോരുത്തർക്ക് നിശ്ചയിച്ചത് അത് അവന് കിട്ടിയിരിക്കും. അതിൽ ഏറ്റ വ്യത്യാസമുണ്ടാകും. എല്ലാവർക്കും ഒരുപോലെയല്ല അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ സുന്നത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അള്ളാഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.